أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يروا إلى الأرض كم أنبتنا فيها من كل زوج كريم إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. صدق الله العظيم. സൂറത്ത് ശുഅറ 7, 8, 9 ആയത്തുകൾ. അവലം യറൗ, അവർ കണ്ടില്ലയോ, ഇലൽ അർളി, ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ അവർ ഭൂമിയിലേക്ക് നോക്കിയില്ലയോ എന്നർത്ഥം. കം അംബത്ന ഫിഹ, കം എത്രയാണ്, അംബത്ന ഫിഹ നാം അതിൽ മുളപ്പിച്ചിട്ടുള്ളത്, മിൻ കുല്ലി സൗജിൻ കരീം എല്ലാ ഇനങ്ങളിൽ നിന്നും, കരീം എന്ന് പറഞ്ഞാൽ മുന്തിയത് എന്നാണ്. പ്രതിഫലം അജ്റുൻ കരീം, മാന്യമായ പ്രതിഫലം. സൗജിൻ കരീം ഈ സസ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് മുന്തിയ ഇനം എന്നർത്ഥം. മുന്തിയ ഇനം ഇണകളായിട്ടുള്ള എത്രയാണ് നാം അതിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന ഫീ ദാലിക ലആയതൻ, തീർച്ചയായും അതിൽ ആയത്തുണ്ട്. വമാ കാന അക്സറുഹും, എന്നാൽ അവരിൽ അധികവും ആയിട്ടില്ല മുഅ്മിനീൻ, വിശ്വസിക്കുന്നവർ. വഇന്ന റബ്ബക, നിശ്ചയം താങ്കളുടെ റബ്ബ്, ലഹുവ അൽ അസീസ്, അവൻ അൽ അസീസ്, ഉറപ്പായിട്ടും അവൻ അൽ അസീസ്, അജയ്യനാകുന്നു. അർ റഹീം, കരുണാവാരിധിയുമാകുന്നു, കരുണാനിധിയുമാകുന്നു. അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തെ അവഗണിക്കുന്ന ആളുകൾ അതിൻ്റെ അനന്തരഫലത്തെ സംബന്ധിച്ചുള്ള വിവരം പിന്നീട് അറിയും എന്നാണല്ലോ മുകളിൽ പറഞ്ഞത്. നിഷേധികൾ അള്ളാഹുവിൻ്റെ ആയത്തിനെയും അവനിൽ നിന്ന് വരുന്ന മുഹ്ദസ്, പുതിയതായ ഉത്ബോധനത്തെയും തള്ളിക്കളയാൻ കാരണമെന്താണ്? അവർ നിരത്തുന്ന ന്യായം, ഇത് അള്ളാഹുവിങ്കിൽ നിന്നാണെങ്കിൽ അതിന് വേറെ തെളിവ് കൊണ്ടുവരണം എന്നാണ്. എന്നാൽ അവർക്ക് മതിയായ തെളിവുകൾ അവരുടെ ചുറ്റുപാടുമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അള്ളാഹു. അവലം യറൗ ഇലൽ അർളി കം അംബത്നാ ഫീഹ മിൻ കുല്ലി സൗജിൻ കരീം, അവർ ചുറ്റുപാടും ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, എത്ര മുന്തിയ തരം ഇണകളെയാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മുളപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തിനാണത് പറയുന്നത്? അള്ളാഹുവിൻ്റെ ദീനിന് തെളിവ് വേണമെങ്കിൽ അതിന് ചുറ്റുപാടും നിരീക്ഷിച്ചാൽ തന്നെ മതി. ഈ പ്രപഞ്ചത്തിൻ്റെ ഫൈൻ ട്യൂണിങ്, വളരെ അത്ഭുതകരമായ വ്യവസ്ഥാപിതത്വം, ഇത് യാദൃച്ഛികമായി ഉണ്ടാകുകയാണ് എന്ന് പറയുന്നത് പമ്പരവിഡ്ഢിത്തമാണ്. ഇതിൻ്റെ സൃഷ്ടിപ്പ് ഒരു ദൈവവും, മുശ്രിക്കുകൾ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവവും, ഇതിൽ ഏതെങ്കിലും ഒരു ചെടിയുടെയോ പൂവിൻ്റെയോ കായയുടെ പോലും സൃഷ്ടിപ്പ് അവകാശപ്പെട്ടിട്ട് പോലുമില്ല. എന്നിരിക്കെ ഒരുപാട് സഹസ്രാബ്ദങ്ങളായിട്ട് ഭൂലോകത്തിങ്ങനെ കാണപ്പെടുകയാണ്. ഒരു പൂവ്, ഒരു മരം, അതിൻ്റെ കായയിൽ നിന്ന് അതിൻ്റെ വിത്ത്, ആ വിത്തിൽ നിന്ന് അതിൻ്റെ മുള, ഇങ്ങനെ വളരെ മനോഹരമായി ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവത്തിൻ്റെ ധാരാളം ആയത്തുകൾ. നേരത്തെ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടാകും, 3 തരം ആയത്തുകളുണ്ട് അള്ളാഹുവിന്. എല്ലാ ആയത്തും കണ്ടാൽ മനസ്സിലാകുന്നത്, ആ അർത്ഥത്തിലാണ് ദൃഷ്ടാന്തം എന്ന വാക്ക് പരിഭാഷകളിലൊക്കെ ഉപയോഗിക്കുന്നത്, അഥവാ ദൃഷ്ടി കൊണ്ട് മനസ്സിലാകുന്നത്, അഥവാ കണ്ട് മനസ്സിലാകുന്നത്.
ഇങ്ങനെ സത്യത്തെ കണ്ട് മനസ്സിലാക്കുവാൻ 3 തരം ആയത്തുകളുണ്ട്. പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ കണ്ടാൽ ഇത് അള്ളാഹു ഇറക്കിയതാണെന്ന് മനസ്സിലാകും. മൂസാ നബിയുടെ വടി പോലുള്ള മുഅ്ജിസത്തുകൾ കണ്ടാൽ അത് അള്ളാഹു ഇറക്കിയതാണെന്നും അത് കൊണ്ടുവന്നവൻ സത്യമാണ് പറയുന്നതെന്നും അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഒക്കെ ബോധ്യമാകും. അങ്ങനെ ബോധ്യമായിട്ടാണല്ലോ ഫിറൗനിൻ്റെ ഭീഷണി വകവെക്കാതെ ബോധ്യം വന്ന സാഹിറുകൾ മൂസാ നബിയിൽ വിശ്വസിക്കാൻ ഇടയായത്. താഴെ ആ കഥ പറയുന്നുണ്ട്. 3-ാമത്തേതാണ് ഈ പ്രപഞ്ചത്തിൽ സ്വന്തം ശരീരത്തിൽ സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖ് വഫി അൻഫുസിക്കും, അവർക്കും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ അതുപോലെ പ്രപഞ്ചത്തിൽ മുഴുവൻ ആയത്തുകളുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്താൽ തന്നെ അള്ളാഹുവിനെ മനസ്സിലാകും. പരിശുദ്ധ ഖുർആനിനെയും ഈ പ്രപഞ്ചത്തെയും പഠിച്ചാൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാകും. ഇങ്ങനെ സത്യാന്വേഷിക്ക് സത്യം ബോധ്യമാകാൻ വേണ്ടതൊക്കെ ഇവിടെ ധാരാളം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങളും ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളും ഈ ഭൂമിയിലെ സസ്യലതാദികളും ജന്തുജാലങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ പിന്നെ സത്യം ബോധ്യപ്പെടുത്തുവാൻ ചിന്തിക്കുന്ന മനുഷ്യന് വേറെ ഒരു ദൃഷ്ടാന്തം ഇറക്കേണ്ട ആവശ്യമില്ല. അതാണ് പറഞ്ഞത്, ഇന്ന ഫീ ദാലിക ലആയതൻ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. നിശ്ചയം അതിൽ ആയത്തുണ്ട്, അഥവാ അള്ളാഹുവിനെ തിരിച്ചറിയുവാനുള്ള തെളിവുകൾ അതിലുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവം അത് വിളിച്ചോതുന്നുണ്ട്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, നാദാ ഇത് നീ വെറുതെ ഒരു ആസൂത്രണവുമില്ലാതെ സൃഷ്ടിച്ചതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധമാണ് പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥാപിതത്വം, അതിലെ വസ്തുക്കളുടെ, അതിലെ സസ്യജാലങ്ങളുടെ, ജന്തുജാലങ്ങളുടെ ഒക്കെ വംശവർദ്ധനവ് ഒക്കെ അവൻ സാധിക്കുന്നത്. അങ്ങനെ ഓരോ പരാഗണത്തിലൂടെ പൂക്കളും കായ്ക്കളും ഓരോ വർഗത്തിൻ്റെയും അനന്തര തലമുറകൾ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാതെ യാദൃശ്ചികതക്കാർ പറയുന്നത് പോലെ തെങ്ങിൽ നിന്ന് അടക്കയും കവുങ്ങിൽ നിന്ന് തേങ്ങയും പ്ലാവിൽ നിന്ന് മാങ്ങയും മാവിൽ നിന്ന് ചക്കയും ഇങ്ങനെയൊന്നും ഷഫ്ൾ ചെയ്തിട്ട് വരുന്നില്ല. ഇത്ര വ്യവസ്ഥാപിതത്വം അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവത്തിൻ്റെ ഭാഗമാണ്. അത് മതി സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയാകുവാൻ. പക്ഷേ വമാ കാന അക്സറുഹും മുഅ്മിനീൻ, ഇതിലൊക്കെ തെളിവുണ്ട്. പക്ഷേ എന്നിട്ടും അവരിൽ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നില്ല. വ ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. ഈ സൂറത്തിൽ പലതവണ ആവർത്തിക്കുന്നുണ്ട് ഈ വാചകം. എന്തിനാണ് പറയുന്നത്? നിശ്ചയം താങ്കളുടെ റബ്ബ് അജയ്യനാണ്, അഥവാ ഇവരെല്ലാവരും കൂടി വിശ്വസിക്കാതിരുന്നത് കൊണ്ടങ്ങ് തോറ്റുപോകുന്നവനോ, അല്ലെങ്കിൽ അവർ നിഷേധിച്ചത് കൊണ്ട് ആകെ നിവൃത്തികേടിൽ അകപ്പെടുന്നവനോ അങ്ങനെയൊന്നുമല്ല. അജയ്യനും പ്രതാപിയുമാണ് അള്ളാഹു. അഥവാ ഇവരുടെ നിഷേധമൊന്നും അള്ളാഹുവിനെ ഒരു നിലക്കും ബാധിക്കുകയില്ല. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ ഭൂമി വളരെ നിസ്സാരമാണ്. ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യർ കൂടി നിഷേധികളായാലും അള്ളാഹ്ക്കൊന്നും സംഭവിക്കാനില്ല. എല്ലാവരും കൂടി നന്നായാൽ എന്തോ ഒരു ആശ്വാസവും വരാനില്ല. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ പ്രതിപാദിച്ചതാണ്. അങ്ങനെ ഈ സൃഷ്ടികളുടെ നിഷേധം, അഥവാ അക്സറുഹും മാക്കാന അക്സറുഹും മുഅ്മിനീൻ, ഭൂരിപക്ഷം ആളുകളും സത്യം അംഗീകരിക്കാത്തത് കൊണ്ട് കുടുങ്ങിപ്പോകുന്ന ഒരു പരാധീനത അനുഭവിക്കുന്നവനൊന്നുമല്ല അള്ളാഹു. അജയ്യനാണ്, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തവനാണ്, തീരുമാനിച്ചത് തന്നെ നടത്തുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ്. ഇതൊക്കെയാണ് അസീസ്. അതുകൊണ്ട് തന്നെ വിശ്വാസിയായില്ല ഭൂരിപക്ഷം ആളുകളും എന്നത് അള്ളാഹിനെ പ്രയാസപ്പെടുത്തുന്നില്ല. എന്നിട്ട് പിന്നെ ഈ അജയ്യനും കരുത്തനുമായ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് അവന് തുല്യം അവൻ്റെ സൃഷ്ടികളായ നിസ്സാര വസ്തുക്കളെ ദൈവങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവന് സമന്മാരെ കൽപ്പിച്ചുകൊണ്ട് ഒക്കെ മുന്നോട്ട് പോയിട്ടും
ഈ ആളുകൾക്കൊന്നും ഒന്നും സംഭവിക്കാത്തത് എന്താണ്? അതിൻ്റെ മറുപടിയാണ് താങ്കളുടെ റബ്ബ് അർ റഹീം, കാരുണ്യവാനാണ്. കതബ അലാ നഫ്സിഹി റഹ്മ ഇന്ന റബ്ബുക്കുമുർ റഹ്മാനു എന്നൊക്കെ പറഞ്ഞതുപോലെ അത് അള്ളാഹു കാരുണ്യവാനായതുകൊണ്ടാണ് നിഷേധികൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അങ്ങനെ കഴിഞ്ഞുകൂടാൻ പറ്റുന്നത്. അതിൻ്റെ തെളിവാണ്. അഥവാ ഈ സത്യാന്വേഷിക്ക് സത്യം മനസ്സിലാക്കാൻ വേണ്ട അടയാളങ്ങൾ ഭൂലോകത്ത് ധാരാളമുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും സത്യം അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവൻ ജീവിക്കുന്നത് ഈ രണ്ട് കാരണത്താലാണ്. ഒന്ന്, അത് അള്ളാഹുവിനെ ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാത്ത വിധമുള്ള അജയ്യനും പ്രതാപിയുമാണ് അവൻ. രണ്ട്, അവൻ കാരുണ്യവാനാണ്. അവൻ്റെ ഔദാര്യവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ അവനെ നിഷേധിച്ചുകൊണ്ട് അവൻ്റെ ഒരു അടിമക്ക് ഒരു നിമിഷം ഇവിടെ കഴിഞ്ഞുകൂടാൻ സാധിക്കുകയില്ല. ഇപ്പം സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ അർറഹീമാണ് എന്നതിൻ്റെ ആയത്താണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.